ഈ ഒരു ചെടി നന്നായിട്ട് വളരുന്ന പ്ലാന്റാണ് കേട്ടോ. പക്ഷേ നമ്മൾ ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടാത്തത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് മനോഹരമായിട്ട് വളരാത്തതും, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് കുഞ്ഞു ബേബി പ്ലാന്റുകൾ ഒരുപാട് കട്ടിങ്സ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഈ ഒരു പ്ലാന്റ് മനോഹരമായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സുകളാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതേപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാന്റ് ഉള്ളവർ, ചെറിയ പ്ലാന്റ് ആയാലും അത് കുറച്ചങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ അതിൽ ഒരുപാട് ഇതേപോലുള്ള പൂക്കൾ വന്ന് നിറയും എന്നുള്ളതാണ്. അപ്പം ഇതേപോലെ നമുക്ക് പൂക്കൾ വന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കേണ്ട കാര്യം ആ പൂക്കളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മറക്കുന്നതാണ് ഒരു ലൈക്ക് തരാനായിട്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ലൈക്ക് തരാനായിട്ട് ആരും മറന്നുപോലെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ. എല്ലാ പൂക്കളും ഇതേപോലെ വരുന്നത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് കുഞ്ഞു ബേബി പ്ലാന്റിൽ നിന്ന് ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഇതേപോലത്തെ വലിയ പ്ലാന്റുകളുടെ അടിഭാഗത്തായിട്ട് നമുക്ക് ചകിരിയൊക്കെ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് അഴുകിച്ചെടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കുക. എന്തെങ്കിലും ഒരു കമ്പൊക്കെ വെച്ച് അടിച്ചൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ അത് മുറിച്ചിട്ട് ചെറിയ പീസുകൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു ചെടിയുടെ അടിഭാഗത്ത് തണ്ടിനോട് ചേർത്ത് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിച്ചോറോ മണലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ ഇതേപോലെ നമുക്ക് ആ ചകിരിയിലേക്ക് നന്നായിട്ട് വേരിറങ്ങും. മണലിലേക്കും പോട്ടി മിക്സിലേക്കൊക്കെ നന്നായിട്ട്, ഒരു കാരണവശാലും ഒരു വളങ്ങളൊന്നും ഇടരുത്. മണലോ ചകിരിച്ചോറുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ വെച്ച് കൊടുക്കുക. ഇതേപോലെ വേര് പിടിപ്പിച്ച ഇത് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് വേണം. പ്രത്യേക രീതിയിലാണ് ഈ പ്ലാന്റിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത്. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വരുന്ന തെറ്റുകളാണ് ഈ ഒരു പ്ലാന്റ് ഇലകൾ കരിഞ്ഞു പോകുന്നതും അഴുകി പോകുന്നതും കേട്ടോ. അപ്പോൾ ഇതേപോലെ പ്രത്യേകം തയ്യാറാക്കുന്ന പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ചെടി നടുന്നതെന്ന് നോക്കട്ടോ. അതിൻ്റെ കട്ടിങ്സ് ഇതേപോലെ മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് വേര് പിടിച്ച് കഴിയുമ്പം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ വെച്ച് മുകൾ ഭാഗത്ത് വരെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. മണ്ണ് നമ്മൾ പോട്ടി മിക്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇലയിലൊന്നും ആ ഒരു പോട്ടി മിക്സ് തട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പോട്ടി മിക്സ് ഇലയിൽ തട്ടി നിന്നാൽ ചിലപ്പോൾ അവിടെ നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ യൂറിയ വളം പ്രത്യേക രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വരുന്ന സമയത്ത് നമുക്ക് പറയാം കേട്ടോ. തുടർന്നുള്ള വീഡിയോ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ അത് നന്നായിട്ട് ഇനി നല്ല ബ്രൈറ്റ് ലൈറ്റിൽ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തൊരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക. മുമ്പ് പറഞ്ഞ പോലെ ഇലയൊക്കെ നമുക്ക് ഒരു പക്ഷേ മണ്ണിൽ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. പ്ലാന്റ് മുകളിലേക്ക് വളർന്നു വരുന്ന സമയത്ത് മണ്ണിൽ തട്ടാതെ തന്നെ ആ ഒരു ചെടി നന്നായിട്ട് വളർന്നോളും. ഇതേപോലെ നമുക്ക് എത്ര പ്ലാന്റുകൾ വേണമെങ്കിലും ഇതേപോലെ മദർ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് ചകിരി വെച്ച് വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനോഹരമായിട്ട് ഈ പ്ലാന്റ് വളർത്താൻ പറ്റും. നമ്മൾ ഈ ചെടിയുടെ ഇലകളൊക്കെ മണ്ണിൽ തട്ടാത്ത മുകളിലേക്ക് നിൽക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെറിയ കട്ടിങ്സോ അല്ലെങ്കിൽ നമ്മൾ ജിഫി കിറ്റിലൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിച്ചതോ, ജിഫി കിറ്റിൽ നമ്മൾ ഇതേപോലെ വേര് പിടിപ്പിച്ച പ്ലാന്റുകൾ നടാനായിട്ട് ഒട്ടനവധി ഹോളുകൾ ഇട്ടിട്ടുള്ള ഇതേപോലെ നമുക്ക് പരന്നിട്ടുള്ള സ്ക്വയർ ടൈപ്പോ അല്ലെങ്കിൽ ഓവൽ ടൈപ്പോ ഒക്കെയുള്ള പോട്ടുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അടിഭാഗത്തേക്ക് ഒരുപാട് നീട്ടുള്ള പോട്ട് വേണ്ട എന്നുള്ളതാണ്. ഇതിൻ്റെ ചുറ്റുഭാഗവും നല്ല രീതിയിൽ വിസ്തീർണം ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് മനോഹരമാക്കിയിട്ട് വളർത്താൻ പറ്റും. കാരണം ഇതിൻ്റെ വേരുകളൊക്കെ ഒരുപാട് അടിയിലേക്ക് തഴച്ച് വളർന്ന് വരാത്തതും പരന്ന് ഇതിൻ്റെ റൂട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരുപാട് ഹൈറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം പരന്നിരുന്നാൽ നമുക്ക് നല്ലതായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെടി വളരുന്നത്. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ഇതേപോലെ കുറച്ചൊരു നുള്ളു ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റും മണ്ണും ചേർത്തത് നമുക്ക് പകുതി ഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം പോട്ടി മിക്സ്. അതിൻ്റെ മുകളിൽ നമുക്ക് പിന്നീട് പ്രത്യേകം തയ്യാറാക്കുന്ന പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നട്ടു കൊടുക്കണം. ഇതേപോലെ ചാണകപ്പൊടിയും മണ്ണും കരിയില കമ്പോസ്റ്റും തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ നടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ചകിരിച്ചോറാണ് ആവശ്യമായിട്ടുള്ളത്. പകുതി ഭാഗത്തേക്ക് അതെടുക്കുന്നു. പകുതി ഭാഗത്തേക്ക് നമുക്ക് മണലും പെർലൈറ്റും തമ്മിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ഈ പറഞ്ഞ അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല തരി കൂടിയ മണൽ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിതമായ ഈർപ്പമാണ് നമുക്ക് പോട്ടി മിക്സിൽ ആവശ്യം. നല്ല നമുക്ക് വായുസഞ്ചാരം കൂടുതലുള്ള പോട്ടി മിക്സുകളാണ് ഏതൊരു പ്ലാന്റ് നടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലായിരിക്കണം ഈ ഒരു പ്ലാന്റിന് പ്രത്യേകം തയ്യാറാക്കിയ പോട്ടി മിക്സ് തയ്യാറാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ
ഒരു പോട്ടി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പകുതി ഭാഗം നമ്മൾ മുമ്പേ വേറൊരു രീതിയിൽ പോട്ടി മിക്സ് അടിഭാഗത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് മുകൾ ഭാഗത്ത് പകുതി ഭാഗത്ത് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് കൂടി ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വേര് പിടിപ്പിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ജിഫി കിറ്റൊക്കെ ആയിട്ട് മേടിച്ചതോ വീട്ടിൽ ജിഫി കിറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഫി കിറ്റ് നമുക്ക് ആ ഒരു വേര് വരുന്ന ഭാഗത്ത് പകുതി ഭാഗം ഓപ്പൺ ആക്കിക്കൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് പെട്ടെന്ന് വേര് പിടിച്ച് വരും കേട്ടോ. അപ്പോൾ ജിഫി കിറ്റൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് പകുതി ഭാഗം ബ്ലേഡ് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് അവിടെ അതിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. തണ്ടിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ ഓരോ നോടൊന്നും വേര് ഇറങ്ങി വരികയും അതിൽ നിന്നൊക്കെ നന്നായിട്ട് ഒരുപാട് ബ്രാഞ്ചുകൾ വരികയും ഈ ഒരു പ്ലാന്റ് മനോഹരമായിട്ട് നമുക്ക് ഇതേപോലുള്ള പോട്ടിലേക്ക് മദർ പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കൂടി പറ്റും. അപ്പം ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാമെങ്കിൽ അടിപൊളിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്താം. ഇനി ഇതിന് ചെയ്തു കൊടുക്കേണ്ട മറ്റ് അടിപൊളി ടിപ്സുകളും വളങ്ങളും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് തുടർന്നുള്ള വീഡിയോയിൽ അങ്ങോട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ലൈക്ക് കൂടിയും ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് കൂടി ഇട്ട് വെക്കുന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കാം കേട്ടോ. ഒരുപാട് മെഗാ സൂപ്പർ കണ്ടൻറ്റുകൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ ഇതേപോലെ ബാക്കി ഭാഗത്ത് കൂടിയും ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇലയിലൊക്കെ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കമ്പ് ഉപയോഗിച്ച് നമുക്ക് ആ ഇലയുടെ ഭാഗങ്ങളിലൊക്കെ തട്ടി നിൽക്കുന്നതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് യൂറിയ വളം നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഇലയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളരാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 1 കിലോയ്ക്ക് എത്രയോ ചെറിയ പൈസയേ ഉള്ളൂ, കൃത്യമായിട്ട് ഓർമ്മയില്ല, 10-15 രൂപയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. യൂറിയ വളം നമുക്ക് രാസവളക്കടയിൽ നിന്ന് ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും. ഒരു 1/4 കിലോ ഒക്കെ 5 രൂപ 10 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് 1/2 സ്പൂണാണ് എടുക്കേണ്ടത്. 4 ലിറ്റർ വെള്ളത്തിലാണ് ഈ ഒരു 1/2 സ്പൂൺ യൂറിയ വളം കലക്കി എടുക്കേണ്ടത് കേട്ടോ. അത് നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിലേക്ക് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇലയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മിതമായ രീതിയിൽ നമ്മൾ വെള്ളം ഒരു പ്രാവശ്യം നമ്മൾ നനച്ചു. അതിന് ശേഷം പിന്നീട് അതിൻ്റെ ഒരു ടോപ്പ് സോയിൽ നമുക്കൊന്ന് കൈവിരലൊക്കെ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഈർപ്പുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പല സ്ഥലത്തും പല ക്ലൈമറ്റുകളായിരിക്കും, പല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഓരോ രീതിയിലായിരിക്കും വെള്ളം വറ്റിപ്പോവുക. അപ്പം നമുക്ക് ഇന്ന് ഒഴിച്ചാൽ 10 ദിവസം കഴിഞ്ഞ് ഒഴിക്കണം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം എന്നൊന്നും ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു പ്ലാന്റ് അഴുകിപ്പോരും. ഇത് നമുക്ക് നല്ല മനോഹരമായ ഹാങ്ങിങ് പോട്ടുകളിലൊക്കെ നമുക്ക് തൂക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും വെക്കാവുന്നതാണ്. വെക്കുന്ന സമയത്തൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു പ്ലാന്റിന് നല്ല ഗ്രോത്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഡോറിലൊക്കെ നമുക്ക് കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് അവിടെ വെച്ചു. അത് ഞാൻ എപ്പോഴും പറയാണ്ട്, ഇൻഡോർ പ്ലാന്റുകൾ വളർത്തുന്ന സമയത്ത് 5-6 പ്ലാന്റുകൾ ചെയ്യുക. ഒരു പ്ലാന്റ് അവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ പുറത്തൊരു പ്ലാന്റ് വെച്ചിരിക്കണം. ആ ഒരു പ്ലാന്റ് എടുത്തിട്ട് ഈ ഉള്ളിലുള്ള പ്ലാന്റ് പുറത്തേക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്തേക്ക് വെക്കുകയും ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചിരുന്ന പ്ലാന്റുകൾ എടുത്തിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വെക്കാവുന്നതാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ 10 ദിവസം കൂടുമ്പോഴും വളങ്ങൾ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കുക. കാരണം ഈ പ്ലാന്റിന് കുറച്ചധികം ശുശ്രൂഷകൾ നമ്മളില്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധകൾ കൂടുതൽ വേണ്ട പ്ലാന്റുകളാണ്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് മനോഹരമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും പോയിന്റുകളോ സംശയങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജിലൂടെ നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. ദയവേത് കോൾ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ കൂടെ. സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഞാൻ തരുന്നതായിരിക്കും. അപ്പം എന്തായാലും നല്ല മെഗാ കണ്ടൻറ്റുകളായിട്ട് അടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.